നമസ്കാരം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ കെ.ബി. ഗണേഷ് കുമാർ നടത്തിയ രൂക്ഷമായ ആരോപണങ്ങൾ തള്ളി സഹോദരി ഉഷ മോഹൻദാസ്. ഉമ്മൻചാണ്ടി തന്റെ കുടുംബം തകർത്തു എന്ന ഗണേഷിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്നും മറിച്ച് ഗണേഷിന്റെ രാഷ്ട്രീയ ഭാവിയെ രക്ഷിക്കാൻ അദ്ദേഹം ഒത്തുതീർപ്പുകൾക്കാണ് ശ്രമിച്ചതെന്നും ഉഷ മോഹൻദാസ് വെളിപ്പെടുത്തി. യാമിനിയുമായുള്ള കുടുംബ പ്രശ്നങ്ങളിൽ ഗണേഷിനെതിരെ പോലീസ് കേസെടുക്കാതെ ഒത്തുതീർപ്പാക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിച്ചു. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയും മാറ്റിവെച്ച് അദ്ദേഹം ഗണേഷിനെ സഹായിക്കുകയായിരുന്നു. നിയമവഴിക്ക് പോയിരുന്നുവെങ്കിൽ ഗണേഷിന്റെ രാഷ്ട്രീയ ജീവിതം അന്ന് അവസാനിക്കുമായിരുന്നു. സോളാർ കേസിലെ പരാതിക്കാരിയുടെ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടായിരുന്നില്ല. തന്റെ പിതാവ് ആർ ബാലകൃഷ്ണപിള്ള ആ കത്ത് വായിച്ചിരുന്നുവെന്നും ഉമ്മൻചാണ്ടിയുടെ പേരില്ലെന്ന് തന്നോട് പറഞ്ഞിരുന്നുവെന്നും ഉഷ വ്യക്തമാക്കി. പിന്നീട് ആ പേര് എങ്ങനെ വന്നു എന്ന് അന്വേഷിക്കണമെന്നും ഉഷ മോഹൻദാസ് പറഞ്ഞു. ആ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടായിരുന്നില്ല. ആ എഴുത്ത് അച്ഛൻ വായിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പേരില്ല എന്ന് അച്ഛൻ നേരിട്ട് പറഞ്ഞു. പിന്നെ എവിടെ നിന്ന് പേര് വന്നു എന്ന് കണ്ടുപിടിക്കണം, ഉഷ മോഹൻദാസ് പറഞ്ഞു. അതേസമയം കോൺഗ്രസിലേക്ക് തനിക്ക് ക്ഷണമുണ്ടെന്നും ഉഷ മോഹൻദാസ് വ്യക്തമാക്കി. കൊട്ടാരക്കരയെ പ്രതിനിധീകരിച്ച് മത്സരിക്കണമെന്ന് കോൺഗ്രസുകാർ ആവശ്യപ്പെട്ടെന്നും ഗണേഷിനെതിരെ താൻ മത്സരിക്കില്ലെന്നും ഉഷ പറഞ്ഞു. കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നു. മത്സരിച്ചാൽ വലിയ വിജയം നേടുമെന്ന് ഉറപ്പായിരുന്നു. പിന്നീടാണ് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വന്നത്. കൊട്ടാരക്കര കിട്ടിയില്ലെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ തയ്യാറല്ല. ഗണേഷിനെതിരെ പത്തനാപുരത്ത് മത്സരിക്കില്ല. വ്യക്തിപരമായ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് ശരിയല്ല, ഉഷ മോഹൻദാസ് കൂട്ടിച്ചേർത്തു. തന്നെയും കുടുംബത്തെയും ദ്രോഹിച്ച് രണ്ടാക്കിയത് ഉമ്മൻചാണ്ടിയാണ് എന്ന് കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. മധ്യസ്ഥത പറഞ്ഞ് കുടുംബം ഇല്ലാതാക്കിയെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. തന്റെ പിതാവിനെ ഗണേഷ് കുമാർ ദ്രോഹിച്ചുവെന്ന ചാണ്ടി ഉമ്മൻ എം.എൽ.എയുടെ ആരോപണത്തിനായിരുന്നു ഗണേഷിന്റെ മറുപടി. തെരഞ്ഞെടുപ്പ് വന്നതോടെയാണ് ഉമ്മൻചാണ്ടിയെ ദ്രോഹിച്ചുവെന്ന പുതിയ കഥ. ഇത്രയും കാലം ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മന് അറിയാത്തൊരു രഹസ്യം തെരഞ്ഞെടുപ്പിന് തലേന്ന് ആരെ പറ്റിക്കാനാണ് ഇറക്കിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടി എന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നുമില്ലേ? എന്റെ കുടുംബം തകർത്ത് എന്റെ മക്കളെയും എന്നെയും രണ്ടു വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയുമോ? ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയുമോ? ഉമ്മൻചാണ്ടിയല്ലേ എന്നെ ചതിച്ചത്? എന്ത് കുറ്റം ചെയ്തിട്ടാണ് 2003 മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചത്? എന്റെ പേരിൽ ഏത് കേസാണുള്ളത്? ഒരു കുടുംബ വഴക്കിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ച് തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചുവെന്നാണ് കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സോളാർ പീഡന കേസിൽ കൊടുക്കാൻ മന്ത്രിയായിരുന്ന കെ.ബി. ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന വെളിപ്പെടുത്തൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദത്തിന് തിരികൊളുത്തുന്നു. ഗണേഷ് കുമാറിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം സുധീർ മലയിൽ കൊട്ടാരക്കര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയാണ് ഇപ്പോൾ ഗണേഷിന് തിരിച്ചടിയാകുന്നത്. ഉമ്മൻചാണ്ടിയെ പാഠം പഠിപ്പിക്കുമെന്നും അദ്ദേഹത്തെയും മറ്റ് UDF നേതാക്കളെയും പീഡനക്കേസിൽ കുടുക്കുമെന്നും ഗണേഷ് കുമാർ തന്നോട് പലവട്ടം പറഞ്ഞിരുന്നുവെന്നാണ് സുധീറിന്റെ മൊഴി.